CPM വളരെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. പാർട്ടിക്കുള്ളിൽ ചില ജില്ലകളിലെങ്കിലും രൂപപ്പെട്ടു വന്നിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ നമ്മൾ ഇന്നലെ തന്നെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇതിനെ ഒരു വിഭാഗീയതയായിട്ട് ഞാൻ കാണുന്നില്ല. വിഭാഗീയതയ്ക്ക് വിഭാഗീയതയുടേതായിട്ടുള്ള രാഷ്ട്രീയവും പ്രത്യയശാസ്ത്ര അടിത്തറയൊക്കെ ഉണ്ട്. അത്തരമൊരു വിഭാഗീയത എന്നാൽ പ്രാദേശികമായ തർക്കങ്ങളാണ്. ആ തർക്കങ്ങൾ രൂപപ്പെട്ടു വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ പാർട്ടി ഗൗരവത്തിൽ വിലയിരുത്തണം. ഇപ്പോൾ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, 38,000 ബ്രാഞ്ച് സമ്മേളനം നടന്നല്ലോ, അതെല്ലാം സക്സസ്ഫുൾ ആയിട്ട് നടന്നില്ലേ, അവിടെ ഒന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ലല്ലോ എന്ന്. ശരിയാണ്, അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായില്ല, ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഭംഗിയായി തന്നെ നടന്നു. പക്ഷേ സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്ന കൊല്ലം ജില്ലയിലെ ഒരു ഏരിയ കമ്മിറ്റി പിരിച്ചുകൊണ്ട സാഹചര്യം എന്ന് പറയുന്നത് ഒട്ടും തന്നെ ശരിയായിട്ടുള്ളൊരു സാഹചര്യം അല്ല. അവിടെ എന്താ സംഭവിച്ചത്? സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിടുക, രാത്രിയിൽ വലിയ പ്രകടനങ്ങൾ നടത്തുക, വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുക. അപ്പോൾ കുലശേഖരപുരം എന്ന് പറയുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ ഇന്ന് മംഗലപുരത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? മംഗലപുരത്ത് ഒരു ഏരിയ സെക്രട്ടറി, അദ്ദേഹം കഴിഞ്ഞ 6 വർഷമായിട്ട് അവിടുത്തെ ഏരിയ സെക്രട്ടറിയാണ്. ആ ഏരിയ സെക്രട്ടറി പുറത്തേക്ക് വന്നിട്ട് അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജോയിയെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഏറ്റവും കൗതുകരമായ കാര്യം എന്ന് പറയുന്നത് വി ജോയി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ജയിക്കാൻ വേണ്ടി ആയിരുന്നില്ല എന്നുള്ളതാണ്.